കാസർഗോഡ് ദേശീയപാത നിർമ്മാണത്തിനായി വൻതോതിൽ മണ്ണെടുത്ത് പണികൾ പുരോഗമിക്കുന്നതിനിടെ ചെങ്കളയിലെ റോഡിൽ വൻ വിള്ളൽ. അപകട സാധ്യതയെ തുടർന്ന് ഇതുവഴിയുള്ള ഗതാഗതം നിരോധിച്ചു. ദേശീയപാതയിൽ ചെർക്കളയ്ക്കും ചട്ടഞ്ചാലിനുമിടയിൽ കുണ്ടെടുക്കത്താണ് റോഡിൽ വൻ വിള്ളൽ രൂപപ്പെട്ടത്. ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി മണ്ണ് നീക്കിയതിനെ തുടർന്നാണിത്. ചട്ടഞ്ചാൽ വരെ ഇത്തരത്തിൽ മണ്ണെടുത്തത് മൂലം റോഡിന് ഇരുവശത്തും താമസിക്കുന്ന 500ഓളം കുടുംബങ്ങൾ ഭീതിയിലാണ്. അശാസ്ത്രീയ റോഡ് നിർമ്മാണം ആദ്യഘട്ടത്തിൽ തന്നെ നാട്ടുകാർ ചൂണ്ടിക്കാണിച്ചതാണ്. മാനദണ്ഡങ്ങൾ പാലിക്കാതെയുള്ള നിർമ്മാണ പ്രവൃത്തികൾ നാട്ടുകാരെ ആശങ്കയിലാഴ്ത്തുന്നു. ഈ മഴവെള്ളത്തിന് പ്രത്യേക ഡ്രെയിനേജ് സംവിധാനം നിലവിലില്ല. മിനിഞ്ഞാന്ന് തന്നെ വലിയ മഴയിൽ ദിശ മാറി ഒഴുകി ഏകദേശം 4ഓളം കുടുംബങ്ങൾ അവിടെ നിന്ന് അവരെ കിണറും അവരുടെ വീടുകളൊക്കെ ആകെ ചളിയൊക്കെ നിറഞ്ഞ് അവർക്ക് പിന്നെ കുടിവെള്ളം തന്നെ മുട്ടുന്ന ഒരു സംവിധാനം അതിന്റെ അവിടെ കലക്ടർ എല്ലാവരും എത്തി. ഇതുവരെ അതിനൊരു പരിഹാരം ഇതുവരെ കണ്ടിട്ടില്ല. അടിയന്തരമായിട്ട് ചെയ്യേണ്ടത് ഞങ്ങൾക്ക് സാധാരണക്ക് പോകേണ്ട ബസ് സർവീസ് അടിയന്തരമായി ഇവരുണ്ടാക്കണം. എന്നിട്ട് തുടർ പ്രവൃത്തി അത് ഞങ്ങൾ പറഞ്ഞതുപോലെ നേരത്തെ പറഞ്ഞ പോലെ സർവീസ് റോഡുമായ കോൺക്രീറ്റ് ഒക്കെ വാൾ തുടങ്ങിയ ശേഷം ഞങ്ങൾ അത് അനുവദിക്കുള്ളൂ. വർഷകാലത്തിൽ കുന്നിടിയുന്നതും വൻതോതിൽ മലവെള്ളം താഴേക്ക് പതിക്കുന്നതും പതിവാണ്. വികസനത്തിനായി സ്ഥലം വിട്ടുകൊടുത്തവർക്ക് പ്രാണരക്ഷാർത്ഥം വീട് തന്നെ ഉപേക്ഷിച്ചു പോകേണ്ട സ്ഥിതിയാണിപ്പോൾ. ചെർക്കള മുതൽ ചട്ടഞ്ചാൽ വരെ ഞങ്ങൾ ഇവിടുത്തെ കുടുംബങ്ങളെല്ലാം വലിയ ആശങ്കയിലാണുള്ളത്. കാരണം ഇവരുടെ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് ഇവരുടെ DPR പ്രകാരമല്ല ഇവർ പ്രവൃത്തി തുടങ്ങിയിട്ടുള്ളത്. ഇതിൽ വലിയ കട്ടിങ്ങുള്ള ഒരു കുന്നും ചെരുവുള്ള പ്രദേശമാണ് വേവിഞ്ഞ മുതൽ ചട്ടഞ്ചാൽ വരെ. അപ്പോൾ ഇവർ ഈ കയറ്റം കുറക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇവിടെ വലിയ മണ്ണെടുത്തുകൊണ്ട് വലിയ കട്ടിങ്ങാണ് ഇവിടെ സൃഷ്ടിച്ചിട്ടുള്ളത്. അപ്പം അതിനൊരു സംരക്ഷണ ഭിത്തി എന്ന നിലയിൽ ഇവരൊന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഈ മണ്ണിടിച്ചൽ ഉണ്ടായാൽ താഴെയുള്ള മുഴുവൻ വീടുകളിലും ഈ കൊത്തിയൊഴുകുന്ന നമ്മുടെ ചന്ദിര പുഴയ്ക്ക് എത്തുന്ന ഒരു അവസ്ഥയാണുള്ളത്. അത് വലിയ ആശങ്കയിൽ ഞങ്ങൾ. മറ്റൊരു ശിരൂർ ആവർത്തിക്കപ്പെടാതിരിക്കാൻ ശാസ്ത്രീയമായും സുരക്ഷിതമായും റോഡ് നിർമ്മാണം പൂർത്തിയാക്കണം. ജോസഫ് അഗസ്റ്റിൻ, കേരള വിഷൻ ന്യൂസ്, കാസർഗോഡ്.